ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് LP ലെവലിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മലയാളത്തിൽ നിന്നും ചോദിച്ചേക്കാവുന്ന 65 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, തലയും കുത്തി എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം TR രാജേഷ്. ചോദ്യം 2, കുളം പ്ലസ് പ്രാന്തത്തി ചിറകുള്ള ബസ്, നട്ടുച്ചകളുടെ പാട്ട് അഥവാ മീൻ പൊരിക്കുന്ന മണം, പൂക്കളുടെ ഭാഷ എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം വിഷ്ണു പ്രസാദ്. അടുത്ത ചോദ്യം, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, ഒരു കുല മുന്തിരിങ്ങ എന്നിവ ആരുടെ രചനകളാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ചോദ്യം 4, മഴച്ചെടി എന്ന കവിത എഴുതിയതാര്? ഉത്തരം മോഹനകൃഷ്ണൻ കാലടി. അഞ്ചാമത്തെ ചോദ്യം, സൈക്കിളു ചവിട്ടാൻ എന്ന കവിത ആരുടേതാണ്? ഉത്തരം PP രാമചന്ദ്രൻ. ചോദ്യം 6, തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാമീ മഴ കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ ആരുടെ രചനയാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ചോദ്യം 7, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, കടൽ കാക്കകൾ എന്നിവ ആരുടെ രചനകളാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എട്ടാമത്തെ ചോദ്യം, ഓണം എന്നതിൻ്റെ 2 അർത്ഥമെന്ത്? ചിങ്ങമാസത്തിൽ വരുന്ന ആഘോഷം, സന്തോഷവും സമൃദ്ധിയുമുള്ള നല്ല കാലം. ഇനി 9ാമത്തെ ചോദ്യം, കാവുകൾ പൂ ചൂടുന്നു, ഇതിൻ്റെ അർത്ഥങ്ങൾ? ഉത്തരം മരക്കൂട്ടങ്ങൾ പൂക്കുന്നു, ചുറ്റുപാടിലാകെ സന്തോഷം നിറയുന്നു. അടുത്ത ചോദ്യം, ഈ ചോദ്യം റിപ്പീറ്റായിട്ട് പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. ലോകമീ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും എന്നു തുടങ്ങുന്ന കവിത ഏത്? ആര് ആരെക്കുറിച്ച് എഴുതിയതാണ്? ഉത്തരം മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത. ഇവിടെ നമ്മൾ 3 ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യം പറയുന്നതിലൂടെ പഠിക്കുന്നത്. ഒന്ന്, ഈ കവിത ഏതാണ്, ഇതാരാണ് എഴുതിയത്, ആരെക്കുറിച്ചാണ് എഴുതിയത്. ഓക്കെ. ചോദ്യം 11, ഇനിയുള്ള ദിവസങ്ങൾ, പറന്നു പറന്ന്, ചേക്കുട്ടിപ്പാവ, മണ്ടൂസുണ്ണി, ഉണ്ടനും നീലനും എന്നിവ ആരുടെ രചനകളാണ്? ഉത്തരം വീരാൻകുട്ടി. ഇവിടെ നിങ്ങൾ ഒരു ചോദ്യം പഠിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. ചോദ്യം 12, 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു, ഈ കവിത ആരുടേതാണ്? ഉത്തരം ONV കുറിപ്പാണ്. അമ്മ എന്ന കവിതയാണ്. ഇനി 13ാമത്തെ ചോദ്യം, ആകാശമാകെ ഇരുൾ, പിരിച്ചെഴുതുക. ഉത്തരം ആകാശം പ്ലസ് ആകെ പ്ലസ് ഇരുൾ. 14ാമത്തെ ചോദ്യം, ഒരു ദിവസം കാട്ടിൽ എന്ന പുസ്തകം രചിച്ചതാര്? The answer is ജീവൻ SM. 15ാമത്തെ ചോദ്യം, വാവക്കിളികളുടെ ദാഹം തീർക്കുന്നു, എഴുതിയതാര്? ഉത്തരം വീരാൻകുട്ടി. ചോദ്യം 16, നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ ആരുടെ ജീവചരിത്രക്കുറിപ്പാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിങ്സ്. ചോദ്യം 17, നൂറ്റടപ്പൻ, പന്തും പാട്ടും പറച്ചിലും, ഓർമ്മക്കുറിപ്പുകൾ എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം BK ഹരിനാരായണൻ. ചോദ്യം 18, 1983 എന്ന സിനിമയിലെ ഓലഞ്ഞാലിക്കുരുവി, എസ്രയിലെ ലൈലാകമേ, ഒപ്പത്തിലെ മിനുങ്ങും മിന്നാമിനുങ്ങേ, തീവണ്ടിയിലെ ജീവാംശമായി താനെ, ഉയിരിൻ നാഥനെ തുടങ്ങിയവ ആരുടെ രചനകളാണ്? ഉത്തരം BK ഹരിനാരായണൻ. ചോദ്യം 19, കാടു കണ്ടു തിരിച്ചു വരുമ്പോൾ കാടു തളിർക്കണ പോലെ, ആരുടെ വരികൾ? ഉത്തരം A ജയകൃഷ്ണൻ. കാടു കാണൽ എന്നാണ് കവിതയുടെ പേര്. അടുത്തത് 20ാമത്തെ ചോദ്യം, സുഗതകുമാരിയുടെ അച്ഛനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കവി ആര്? ഉത്തരം ബോധേശ്വരൻ. 21ാമത്തെ ചോദ്യം, മുത്തുച്ചിപ്പി,
പാവം മാനവ ഹൃദയം, രാത്രിമഴ, അമ്പലമണി, നിർഭയ എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം സുഗതകുമാരി. ചോദ്യം 22. വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. ചമഞ്ഞു നിൽക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം പൂവിട്ട് നിൽക്കുന്നു. ചോദ്യം 23. നിലാവിൻ്റെ തട്ടം, കുരുത്തോലക്കിളി, ഇലപ്പച്ചകൾ, സ്ലേറ്റ് മായ്ക്കുമ്പോൾ, അമ്മച്ചിറക് തുടങ്ങിയവ ആരുടെ രചനകളാണ്? ഉത്തരം ഇ. ജിനൻ. 24-ാമത്തെ ചോദ്യം. നീ ആയിരുന്നോ എന്ന കവിത എഴുതിയതാര്? ഉത്തരം രാമകൃഷ്ണൻ കുമരനല്ലൂർ. 25-ാമത്തെ ചോദ്യം. മകൾ, ലച്ചുവിൻ്റെ കുഞ്ഞുടുപ്പ്, ആകാശം ഉറങ്ങുകയാണ്, ഒരു നുണക്കഥ എന്നിവ ആരുടെ രചനകളാണ്? ഉത്തരം പ്രേമജ ഹരീന്ദ്രൻ. 26-ാമത്തെ ചോദ്യം. ഭാവത്തോടെ വേഷവിധാനങ്ങൾ ഒന്നുമില്ലാതെ ഒരു നരേറ്ററുടെയും കഥാപാത്രങ്ങളുടെയും ഭാഗങ്ങൾ കുട്ടികൾ മാറി മാറി ഏറ്റെടുത്ത് വായിച്ച് അവതരിപ്പിക്കുന്ന സങ്കേതമാണ്? ഉത്തരം റീഡേഴ്സ് തിയേറ്റർ. 27-ാമത്തെ ചോദ്യം. പുത്തൻ കലവും അരിവാളും, കറുത്ത ചെട്ടിച്ചികൾ, കുറ്റിപ്പുറം പാലം, ഇസ്ലാമിലെ വൻമല, പണിമുടക്കം, പൂതപ്പാട്ട് എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 28-ാമത്തെ ചോദ്യം. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമേത്? ഇത് പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം നദോന്നത. ചോദ്യം 29. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം, മാത്തൻ മണ്ണിരക്കേസ്, കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്നിവ ആരുടെ രചനകളാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. 30-ാമത്തെ ചോദ്യം. ഇളം ചുണ്ടുകൾ എന്ന കവിത ആരുടേതാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. 31-ാമത്തെ ചോദ്യം. അന്യജീവനു തകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ ആരുടെ വരികൾ? ഉത്തരം കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ്. 32-ാമത്തെ ചോദ്യം. അവൾ കാന്താരിയാണ്. ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം നല്ല കരുത്തുള്ളവളാണ്, തൻ്റെടിയാണ്. 33-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ചും കേരളത്തിലെ താളങ്ങളെക്കുറിച്ചും പഠനം നടത്തുകയും കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ സമ്മാനം നേടുകയും ചെയ്ത കവിയും നോവലിസ്റ്റുമാണ്? ഉത്തരം മനോജ് കുറൂർ. മണിയപ്പൻ്റെ മയു എന്ന പാഠഭാഗത്തിൻ്റെ രചയിതാവാണ്. 34-ാമത്തെ ചോദ്യം. കുഞ്ചൻ നമ്പ്യാരും മറ്റും തുള്ളൽ കൃതികളിൽ ഉപയോഗിച്ച ഒരു താളം, ഒരു നാട്ടുതാളം, മണിയപ്പൻ്റെ മയു എന്ന രചയിലെ താളം ഏതാണ്? ഉത്തരം മർമ്മ താളം. ചോദ്യം 35. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന രചന ആരുടേതാണ്? ഉത്തരം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ചോദ്യം 36 നോക്കാം. പുക പൊങ്ങിയിടും കുന്നിൻ ചെരുവിൽ കൂടി, പാട്ടും ചിരിയും വറ്റിപ്പോയ കൈത്തോടിൻ വക്കിൽ കൂടി ആരുടെ രചന? ഉത്തരം സുഗതകുമാരി. ചോദ്യം 37. പുഴ വറ്റി കടവത്തെ തോണി വറ്റി മണൽ പോയി, ലുറങ്ങുവാൻ കിടന്നൊരു നിലാവും വറ്റി ആരുടെ രചന? ഉത്തരം മോഹനകൃഷ്ണൻ കാലടി. 38-ാമത്തെ ചോദ്യം. ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളെ അ ആ ഇ ഈ എന്ന ക്രമത്തിൽ ക്രമപ്പെടുത്തുന്ന രീതിയാണ്? ഉത്തരം അകാരാദിക്രമം. ചോദ്യം 39. അജ്ഞയായ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം അറിവില്ലാത്തതായ. ചോദ്യം 40. അജ്ഞയായ പിരിച്ചെഴുതുക. അജ്ഞ പ്ലസ് ആയ. ചോദ്യം 41. സന്തോഷം എന്ന വാക്കിൻ്റെ വിപരീത പദങ്ങൾ എന്തെല്ലാം? ഉത്തരം സന്താപം, ദുഃഖം, സങ്കടം. ചോദ്യം 42. രസം എന്ന വാക്കിൻ്റെ വിപരീതം എന്ത്? ഉത്തരം നീരസം. 43-ാമത്തെ ചോദ്യം. കച്ചിത്തുറുവിൻ്റെ മണ്ടേൽ കാക്ക കൂടുണ്ടാക്കി. ഇവിടെ കച്ചിത്തുറുവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത്? ഉത്തരം വൈക്കോൽ കൂന.
ചോദ്യം 44. വ്ളാനിറച്ചും കാടു പിടിച്ചു കിടക്കണ്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം പുരയിടം നിറച്ചും കാടു പിടിച്ചു കിടക്കുന്നു. 45. ചോദ്യം കുറുക്ക് വേദനയെടുത്ത് സഹിക്കാൻ വയ്യേ. ഇവിടെ കുറുക്ക് വേദന എന്നാൽ എന്താണ്? ഉത്തരം നടുവേദന. ചോദ്യം 46. ആ പേശ ഇങ്ങെടുത്തോണ്ട് വാ. ഇവിടെ പേശ എന്നാൽ എന്താണ്? ഉത്തരം കൈലി. 47. ചോദ്യം ദിയമോളും അമ്മമ്മയും എന്ന രചന ആരുടേതാണ്? എം ഗീതാഞ്ജലി. 48. ചോദ്യം സഹോദരൻ അയ്യപ്പന്റെ തത്വചിന്തയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സഹോദരൻ കെ അയ്യപ്പൻ എന്നത് ആരുടെ രചനയാണ്? ഉത്തരം പ്രൊഫസർ എം കെ സാനു. 49. ചോദ്യം സമഭാവന എന്ന കൃതി ആരുടേതാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ചോദ്യം 50. പാവയോണ് എന്ന കൃതി രചിച്ചതാര്? ഉത്തരം വി എം ഗിരിജ. ചോദ്യം 51. മൃഗധർമ്മവും നരധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം മൃഗങ്ങളെ സംബന്ധിച്ച് വലുതിൻ്റെ ഇര മാത്രമാണ് ചെറുത്. എന്നാൽ മനുഷ്യധർമ്മമനുസരിച്ച് വലുത് ചെറുതിന് തുണയാവുകയാണ് വേണ്ടത്. ചോദ്യം 52. മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടുമുള്ള സമഭാവനയാണ്. ഉത്തരം മാനവികത. ചോദ്യം 53. ചോദ്യം എന്നത് ആരുടെ രചനയാണ്? ഉത്തരം രാജീവ് എൻ.ടിയുടെ ആനക്കാര്യം എൻ്റെ കാര്യവും എന്ന കാർട്ടൂൺ സമാഹാരത്തിലെ ഒരു രചനയാണ്. ചോദ്യം 54. ഉത്സവ പിറ്റേന്ന് എന്ന കവിത എഴുതിയതാര്? ഉത്തരം അക്കിത്തം. 55. ചോദ്യം കളിയായും പൊളി പറയരുത് എന്ന പഴഞ്ചൊല്ലിൽ പൊളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ഉത്തരം കള്ളം. ചോദ്യം 56. കള്ളം എന്നത് ആരുടെ രചനയാണ്? ഉത്തരം ഷിഫാന ഷെറി. നിറമുള്ള അക്ഷരങ്ങൾ. ചോദ്യം 57. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി എഴുതിയ പാഠഭാഗം ഏത്? ഉത്തരം നേരും നുണയും. ചോദ്യം 58. ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തതാര്? ഈ ചോദ്യവും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ. അടുത്ത ചോദ്യം 59. മാനവിക മൂല്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സ്നേഹം, അലിവ്, കരുണ, അഹിംസ, സമയനിഷ്ഠ, പരിസ്ഥിതി ബോധം, തുല്യത, മതനിരപേക്ഷത. അടുത്ത ചോദ്യം ഒറ്റവാക്ക് എഴുതുക. വെള്ളി കൊണ്ടുള്ള തൊട്ട്. അത് ഒറ്റവാക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റവാക്കിൽ എഴുതുമ്പോൾ ഉത്തരം വെള്ളിത്തൊട്ട്. അടുത്ത ചോദ്യം വെള്ളി പോലുള്ള വെളിച്ചം. ഒറ്റവാക്കിലേക്ക് മാറ്റി എഴുതുമ്പോൾ വെള്ളി വെളിച്ചം. ചോദ്യം 61. മണ്ണാങ്കട്ടയും കരിയിലയും, തോന്നിയ പോലൊരു പുഴ തുടങ്ങിയവ ആരുടെ കവിതാ സമാഹാരങ്ങളാണ്? ഉത്തരം ആര്യാംബിക. ചോദ്യം 62. മലയപ്പുലയനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വായ നട്ടു. ഇത് ആരുടെ രചനയാണ്? കൃതി ഏത്? ഉത്തരം ചെങ്ങമ്പുഴയുടെ വായക്കുല. 63. ചോദ്യം കാട്ടിലോടുന്ന തീവണ്ടി എന്ന രചന ആരുടേതാണ്? ഉത്തരം ആര്യാംബിക. ചോദ്യം 64. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ലഭിച്ച സുരേന്ദ്രൻ കാടങ്കോടിൻ്റെ ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ. ചോദ്യം 65. കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അരവിന്ദൻ സംവിധാനം ചെയ്ത് 1979 മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാരിൻ്റെ അവാർഡ് നേടിയ മലയാള സിനിമ ഏത്? ഉത്തരം കുമ്മാട്ടി. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറയുന്നത്. മലയാളത്തിൽ നിന്നുള്ള 65-ലധികം ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചോദ്യത്തിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കുക.
സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മലയാളത്തിൻ്റെ ഓരോ യൂണിറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയാം, നമ്മൾ ചെയ്യുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.